അഞ്ചാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? അളന്നു കുറിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഗോലി ഉരുട്ടാം. അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ്. താഴെ നോക്ക്, ഗോലി ഉരുട്ടി കളിക്കുകയാണ് അല്ലേ? അലനും കൂട്ടുകാരും കൂടെ. ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരനും കാൽപാദം കൊണ്ട് അളന്നു. രണ്ടു പേർക്കും ഒരേ അളവല്ല കിട്ടിയത്. അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഇപ്പോൾ ഓരോരുത്തരുടെ കാലും ഓരോ അളവാണല്ലേ. അപ്പോൾ അതുകൊണ്ട് കാല് വെച്ച് അളന്നു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള അളവ് നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തുപയോഗിക്കണം? സ്കെയില് വെച്ച് അളക്കണം, അല്ലെങ്കിൽ വല്ല മീറ്റർ വെച്ച് അളക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി സ്കെയിലിലെ അളവ്. നിങ്ങളും സ്കെയിൽ എടുക്കൂ. എന്തൊക്കെ വിവരങ്ങളാണ് സ്കെയിലിലുള്ളത്? സ്കെയിൽ എടുക്കൂ കൂട്ടുകാരെ. എന്തൊക്കെ വിവരങ്ങളുണ്ട് സ്കെയിലിൽ? ചെറിയ വരകളുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? നമ്പറുകൾ അല്ലേ, അക്കങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കാം വേണമെങ്കിൽ. അക്കങ്ങൾ ഉണ്ട്. പിന്നെ വലിയ വരകളുണ്ട്. പിന്നെ എന്തുണ്ട്? പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഓരോ നമ്പേഴ്സ് ഉണ്ട്. ചെറിയ വരകളുണ്ട്, അക്കങ്ങളുണ്ട്. രണ്ട് തലയിലും വ്യത്യസ്ത രീതിയിലാണ് അല്ലേ? ഓരോ തലക്കലും ഇപ്പോൾ ഇവിടെ ഉള്ള പോലെ ആയിരിക്കില്ല ഈ സൈഡിൽ, രണ്ടിലും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അടുത്തടുത്ത രണ്ട് വരകൾക്കിടയിലുള്ള അകലം 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അഥവാ ഇവിടെ 5 ആണെങ്കിൽ ഇതിൻ്റെയും ഇടയിലുള്ള ഇത് എന്ന് പറയുന്നത്, ഇതിൻ്റെയും ഇടയിലുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? 1 സെന്റിമീറ്റർ എന്ന് പറയുക. ഓക്കെ, 1 സെന്റിമീറ്റർ. ഓക്കെ, മനസ്സിലായോ? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഇതിൻ്റെ ഇടയിൽ 10 വരെയാണ് ഉണ്ടാവുക. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 ഇതാണ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവുക. ഓക്കെ, 10 വരകൾ ഉണ്ടാവും. ആ 10 വര കഴിഞ്ഞിട്ടാണ് 1 സെന്റിമീറ്റർ തുടങ്ങുന്നത്. ഇനി അടുത്തത് നോക്കൂ. നീളം അളക്കാം എന്ന പ്രവർത്തനമാണ്. പേനയുടെ നീളം, പെൻസിലിൻ്റെ നീളം, ഇത് രണ്ടും നമുക്ക് എഴുതണം. അപ്പോൾ പേനയുടെ നീളം എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ നിന്നും ഏതുവരെയാണ്? ഇതുവരെയാണ്. അപ്പോൾ കൂട്ടുകാർ നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12. പേനയുടെ നീളം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. 12 സെന്റിമീറ്റർ. ഇനി അടുത്തത് നോക്കൂ. പെൻസിലുള്ളത് ഇവിടെ തന്നെയാണ്. പെൻസിൽ അവസാനിക്കുന്നത് ഇവിടെയാണ്. അഥവാ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ദൂരമാണ് പെൻസിലിനുള്ളത്. എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അവിടെ 7 സെന്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ പേനയുടെ നീളം 12 സെന്റിമീറ്ററും പെൻസിലിൻ്റെ നീളം 7 സെന്റിമീറ്ററും. ഇനി അടുത്തത് നോക്കൂ. റബ്ബർ കട്ടയുടെ നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. റബ്ബർ കട്ട 2 മുതലാണ് തുടങ്ങുന്നത്, 5 വരെയാണ്. അപ്പോൾ നമുക്ക് 2 3 4 5 അഥവാ 1 2 3 4 അല്ലേ? അപ്പോൾ എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണുള്ളത്. 4 സെന്റിമീറ്റർ. ഇനി സ്കെയില് സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വശത്തെ വലിയ അളവ് നോക്കൂ. ഈ അളവ് ഇഞ്ചാണ്. അഥവാ ഈ താഴെ കാണുന്ന ഈ അളവ് എന്ന് പറയുന്നത് ഇഞ്ചാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് 3 മുതൽ 4 വരെ ഇതാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, 1 ഇഞ്ച്. അപ്പം മേലെയുള്ളത് ഇത് എന്താണ്? ഇത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളത് സെന്റിമീറ്ററും ഇത് താഴെയുള്ളത് ഇഞ്ചുമാണ്. മനസ്സിലായില്ലേ? സെന്റിമീറ്ററിനെ ചുരുക്കി സെമി എന്ന് എഴുതും. സെമി, SCM എന്ന് നമ്മൾ എഴുതും. അല്ലെങ്കിൽ മലയാളത്തിൽ സെമി എന്ന് എഴുതി കൊടുക്കും. ഇംഗ്ലീഷിൽ CM എന്ന് നമ്മൾ എഴുതി കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇനി അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ. ഏത് വരക്കാണ് നീളം കൂടുതൽ? നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തൂ. ഓരോ വരയും അളന്ന് നീളം വരയിൽ എഴുതൂ. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതാണ്. ഇനി നിങ്ങളിവിടെ സ്കെയിൽ വെച്ചിട്ട് ഇത് എത്രയുണ്ട് അല്ലെങ്കിൽ ഇത് എത്രയുണ്ട്, ഓരോ വരയും നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നോക്കുക. എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏതൊക്കെ സ്കെയിൽ?
പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ. ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും? പെൻസിലിന് ടിക്ക് അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഉള്ള ഒരു ബോക്സിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പെൻസിൽ നമുക്ക് വെക്കാൻ പറ്റും? ഇത് വെക്കാൻ പറ്റുമോ? ഇല്ല, ഇത് വലുതാണ്. താഴെയുള്ളതോ വലുതാണ്. പിന്നെ ഇതോ, ഇതും വലുതാണ്. പിന്നെ നമുക്ക് ഇത് വെക്കാം, ഇത് വെക്കാം, ഇത് വെക്കാം, ഇത് വെക്കാം, ഇതും 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 ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി പെൻസിൽ രൂപം കണ്ടില്ലേ? ഇതുപോലെ ഈർക്കിളുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് രൂപങ്ങൾ നിർമ്മിക്കാം. നിങ്ങൾ എടുത്തതിൽ ഒരേ നീളമുള്ള ഈർക്കിൾ കഷ്ണങ്ങൾ ഉണ്ടോ? അവയുടെ നീളവും എണ്ണവും പട്ടികയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഈർക്കിൾ കഷ്ണങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നീളവും എണ്ണവും നിങ്ങളിവിടെ ഈ ബോക്സിൽ എഴുതുക. ഇനി ചേർത്ത് വെച്ചാൽ 10, 11, 12, 13, 14, 15 സെന്റിമീറ്റർ വീതമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുക്കുക. അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെന്റിമീറ്റർ നീളമുണ്ടാകും? അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? ഈ 10 നമുക്ക് എഴുതി നോക്കാം. 10, അതിൻ്റെ കൂടെ 11, 12, 13, പിന്നെയോ 14, 15 ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കണം. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കുക. അപ്പം നമുക്ക് കൂട്ടി നോക്കാം. എത്രയാണുള്ളത്? 10, 11, 12, 13, 14, 15 എത്ര സെന്റിമീറ്റർ കിട്ടും കൂട്ടുകാരെ? 75 സെന്റിമീറ്റർ എന്ന് കിട്ടും. 75 സെമി. ഇനി 25 മീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം 25 മീറ്റർ കിട്ടണമെങ്കിൽ ഇതിൽ ഏതൊക്കെ നമ്മൾ എടുക്കണം? ഒന്ന് നമുക്ക് എടുക്കാം, 10 എടുക്കാം അല്ലേ? 10ഉം 15ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടും. അപ്പം നമുക്ക് ഒന്ന് എഴുതാം, 10, 15 ഇതിൻ്റെ ഒരു ജോഡി നമുക്ക് എടുക്കാം. പിന്നെയോ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏതെടുക്കാം? 12ഉം 13ഉം കൂടെയുള്ള ഒരു ജോഡി എടുക്കാം. അപ്പോഴും നമുക്ക് എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴും 25 ഉത്തരം കിട്ടണം. അപ്പോൾ ഈ 2 ജോഡികൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, അളന്നു കുറിക്കാം. എൻ്റെ വീട്ടിൽ ഒരേ നീളമുള്ള ഏതെല്ലാം? നിങ്ങളുടെ വീട്ടിലെ വിവിധ സാധനങ്ങളുടെ നീളം അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വസ്തുക്കളുടെ പേര് എഴുതുക. മേശ, അതുപോലെ തന്നെ വാതിൽ, എന്തൊക്കെയാണോ നിങ്ങൾ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ എഴുതുക. അതിൻ്റെ നീളം ഊഹിച്ചിട്ട് എഴുതുക. അതിൻ്റെ അളവ് സെന്റിമീറ്ററിൽ അളന്നിട്ടും എഴുതുക. ഇനി ഒരേ നീളമുള്ളവ ഏതെല്ലാം എന്നും ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി വലിയ സ്കെയിൽ. ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു. ചെറിയ സ്കെയിൽ ആയതുകൊണ്ട് നമുക്ക് അലനെ സഹായിച്ചാലോ? ചെറിയ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് പറ്റുമോ? സാരിയൊക്കെ വലിയ സാധനമാണ് അല്ലേ, അത് അളക്കാൻ പറ്റുമോ? ഇല്ല. ടീച്ചർ നിങ്ങൾക്ക് പേപ്പർ കഷ്ണങ്ങൾ തന്നില്ലേ? നിങ്ങൾക്ക് കിട്ടിയ കഷ്ണത്തിന്റെ നീളം എത്ര? എൻ്റെ ഊഹം അളന്ന് കിട്ടിയ സെന്റിമീറ്റർ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് തന്നത് എത്രയാണോ അത് അളന്നിട്ട് ഇവിടെ എഴുതുക. ഇനി വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ 5 പേർ ചേർന്ന് ഗ്രൂപ്പ് ആക്കൂ. നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികപ്പെടുത്തൂ. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ്. ഇനി 5 പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാവുമെന്നും നിങ്ങൾ നോക്കുക. അപ്പം 5ഉം കൂടെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ നീളം എത്രയാണെന്ന് നിങ്ങൾ അളന്ന് എഴുതുക. എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് 100 സെന്റിമീറ്റർ അല്ലേ? 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്. ഇനി 100 സെന്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ഇനി ക്ലാസ് മുറിയുടെ നീളം. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. മീറ്റർ സ്കെയിലും 30 സെന്റിമീറ്റർ സ്കെയിലും ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം ഏകദേശം നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വരാന്തയുടെ നീളവും ഏകദേശം എഴുതുക, അളന്നിട്ടും എഴുതുക. അതുപോലെ തന്നെ ക്ലാസ്സിലെ ബെഞ്ച്, ഡെസ്ക് എന്നിവയുടെ നീളവും എഴുതുക. നിൽക്കൂ, ചാടു എന്നതാണ് അടുത്ത പ്രവർത്തനം. ഇന്ന് ചാട്ട മത്സരമാകാം. ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം. പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഇനി എനിക്ക് കിട്ടിയ സമ്മാനം. നിങ്ങൾ ഏറ്റവും
എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. എന്താണ് സമ്മാനം? കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഇവിടെ പാറ്റേൺ എന്ന് പറയുന്നത് 250, 275, 300. അടുത്തത് എത്രയായിരിക്കും? നമ്മൾ ഇങ്ങനെ തരുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം വലിയ സംഖ്യ എടുക്കുക. ആദ്യം 275 എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 250 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് 25 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ നോക്കുക, ഈ 275ൻ്റെ കൂടെ 25 കൂട്ടിയതാണോ ഈ 300 എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ 275 പ്ലസ് 25 ചെയ്യുമ്പോൾ നമുക്ക് 300 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 300 അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഈ 300ൻ്റെ കൂടെ 25 കൂട്ടിയതായിരിക്കും, അഥവാ 325 ആയിരിക്കും. ഇനി ഈ 325ൻ്റെ കൂടെ 25 കൂട്ടുമ്പോൾ 350 എന്ന് കിട്ടും. ചുവടെയുള്ള സംഖ്യകളെ പാറ്റേൺ ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വരക്കാം? നമുക്ക് 250നെ 300ലേക്ക് വരക്കാം. അത് കഴിഞ്ഞ് 300നെ 350ലേക്ക് വരക്കാം. ഓക്കെ, സോറി ഇത്രയുണ്ടല്ലോ, ഒരു മിനിറ്റ്. നമുക്ക് വരച്ച് നോക്കാം. 250നെ നമുക്ക് 275ലേക്ക് വരക്കാം. ഓക്കെ, ആ പാറ്റേണിൽ 250 കഴിഞ്ഞാൽ 275, 275 കഴിഞ്ഞാൽ 300, പിന്നെ 300ൽ നിന്നും എത്രയാണ്? 325, 325ൽ നിന്നും 350. അപ്പം ഇതായിരുന്നു ആ ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് നക്ഷത്രമാണല്ലേ, സ്റ്റാർ ആണല്ലേ. അപ്പം ഇതായിരിക്കും അവർക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഇനി തന്നിരിക്കുന്ന വരയുടെ നീളം എത്ര? എൻ്റെ ഊഹം അളന്നപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ വരയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ അളന്നിട്ട് എഴുതി നോക്കുക. ഇനി വരച്ച എല്ലാ വരകളും ഒരേ നീളമാണോ? ചിത്രത്തിന് നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്താണ്? സമ്മാനം? സമ്മാനം എന്ന് പറയുന്നത് നക്ഷത്രമാണ്. അപ്പോൾ അവിടെ നക്ഷത്രം എന്ന് എഴുതുക. ഇനി ഉയരം എത്ര? ചാട്ട മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ. എല്ലാവരും ഒരേ ഉയരത്തിലാണോ? ആണോ? അല്ല. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്? അല്ല എന്ന് എഴുതി കൊടുക്കുക. കൂടുതൽ ഉയരത്തിൽ ഉള്ളത് ആരാണ്? ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉയരം ഉള്ളത്? ഏറ്റവും കൂടുതലുള്ളത് ഈ കുട്ടിയാണ് ഉയരത്തിൽ നിൽക്കുന്നത് അല്ലേ. അപ്പം അത് നിങ്ങൾ എഴുതുക. പിന്നെ ഉയരങ്ങൾ, ബോർഡിലുള്ള കുട്ടിയുടെ ഉയരം, സ്വിച്ച് ബോർഡിലുള്ള കുട്ടിയുടെ ഉയരം, ജനൽപ്പടിയിലുള്ള ഉയരം, വാതിലിൻ്റെ ഉയരം, മേശയുടെ ഉയരം എന്നിവയൊക്കെ നിങ്ങൾ ഊഹിച്ചിട്ടും അളന്നതും എഴുതുക. അപ്പം ഈ പാഠഭാഗം എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ അറിയുന്നുണ്ടോ എന്ന് പഠിക്കുന്ന പാഠഭാഗമാണ്. ഇനി ആ അളവുകളെ മീറ്ററിലും സെൻറ്റിമീറ്ററിലും എഴുതി നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ 100 മീറ്റർ ആണ് കിട്ടിയത് എങ്കിൽ നിങ്ങളവിടെ അതെങ്ങനെ എഴുതുക? മീറ്ററിൽ 1 മീറ്റർ എന്നും സെൻറ്റിമീറ്ററിൽ 100 സെൻറ്റിമീറ്റർ എന്നുമാണ് എഴുതേണ്ടത്. ഇനി 150 ആണ് കിട്ടിയത് എങ്കിൽ 1 മീറ്ററും 50 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി ചുറ്റും അളക്കാം. തൂണിൻ്റെ വണ്ണം എത്രയാണ്? ഇതുപോലെ നിങ്ങളും അളക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂട്ടുകാർ അളക്കുക. അതുപോലെ വാട്ടർ ബോട്ടിലിൻ്റെ ചുറ്റും, മേശയുടെ മുകൾ ഭാഗത്തിന് ചുറ്റും, കൈയുടെ വണ്ണം, ഇതൊക്കെ നിങ്ങൾക്ക് അളന്നെഴുതാം. ഇനി ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതുരം ഉണ്ടാക്കൂ. അതിനുപയോഗിച്ച ഈർക്കിളുകളുടെ ആകെ നീളം എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കേണ്ടതാണ്. നമുക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോവാം. ഇനി തീവണ്ടി കളിക്കായി അലനും കൂട്ടരും 350 സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി. റിബണിൻ്റെ ആകെ നീളം എത്രയാണ്? അഥവാ 150 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും വാങ്ങിച്ച് ഒരു ചുവപ്പ് റിബണും വാങ്ങിച്ച്. അപ്പോൾ ആകെ എത്രയായിരിക്കും? 350ൻ്റെ എത്രയാണ് വാങ്ങിച്ചത്? നീല റിബൺ വാങ്ങിച്ച്. അടുത്തത് 350ൻ്റെ ചുവപ്പും വാങ്ങിച്ച്. അപ്പോൾ എത്രയായിരിക്കും? ഇത് എത്രയാണ് കൂട്ടുകാരെ? 700 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 700 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ 7 മീറ്റർ എന്നെഴുതുക. ഓക്കെ, രണ്ടും ശരിയാണ്. ഇനി അവർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു. അതിൻ്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? അവർ വളയമുണ്ടാക്കാനായിട്ട് റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം 20 സെൻറ്റിമീറ്റർ ആണ് കുറഞ്ഞത്. അപ്പോൾ ആദ്യം 700 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു. അപ്പോൾ നീളം എന്ന് പറയുന്നത് 680 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ചോദ്യം വായിച്ച് എനിക്ക് മനസ്സിലായത് ഉത്തരം കണക്കാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആകെ മീറ്റർ. എന്താണ്? ആകെ മീറ്ററിൽ നിന്ന് കുറഞ്ഞ മീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്തത്
വളയത്തിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ 6 മീറ്റർ വീതം നീളത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങി. 2 റിബണും കൂടി എത്ര നീളമുണ്ടാകും? അഥവാ 6 മീറ്റർ വീതത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങിച്ച്. അപ്പോൾ 6 മീറ്ററിൽ ചുവപ്പ് റിബണ്, 6 മീറ്ററിൽ നീല റിബണ്. അപ്പോൾ എത്രയാണ്? 12 മീറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, 1 മീറ്റർ റിബണിന് 10 രൂപയാണ് വില എങ്കിൽ തീവണ്ടിക്കളിക്കായി വാങ്ങിയ റിബണിൻ്റെ ആകെ എത്ര രൂപയായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വാങ്ങിച്ചത് 700 അല്ലേ, 700 ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 12ഉം വാങ്ങിച്ചു. അപ്പോൾ 1 മീറ്ററിന് 10 രൂപയാണെങ്കിൽ 700 വാങ്ങിക്കാൻ എത്ര ചിലവായിട്ടുണ്ടാകും കൂട്ടുകാരെ? വളരെ സിമ്പിൾ ആണല്ലേ. എത്രയാണ്? 700 ആണെങ്കിൽ അവർക്ക് 10 മീറ്ററിന് 7000 രൂപയായിട്ടുണ്ടാവും. പിന്നെ ഒരു 12ഉം വാങ്ങിച്ചിട്ടുണ്ട്. 12 എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? 120. അപ്പോൾ 7000 പ്ലസ് 120 ആയിരിക്കും. അഥവാ 7120 ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിലയിരുത്തൽ. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ നോക്കാം. ഇതിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണെന്നാണ് നമ്മുടെ വിലയിരുത്തൽ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ഏറ്റവും നീളം കൂടിയത് പേനയാണ്. അപ്പോൾ അവിടെ പേന എന്ന് എഴുതി കൊടുക്കുക. എത്രയാണ് നീളം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, 15ലാണ് അവസാനിച്ചത്. അഥവാ 14 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. വസ്തുക്കളുടെ നീളവും പേരും ക്രമമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് നമുക്ക് പേന എന്ന് കിട്ടി, 14 സെൻറ്റിമീറ്റർ. അടുത്തത് നോക്കൂ, പെൻസിലാണ് അല്ലേ. അപ്പോൾ അവിടെ പെൻസിൽ എന്ന് എഴുതി കൊടുക്കുക. പെൻസിൽ എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇലയുണ്ട്. ഇലയാണ് അടുത്തതായിട്ട് വരേണ്ടത്. ഇല എത്രയാണ് നോക്കൂ, ഇവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 സെൻറ്റിമീറ്റർ ആണ് ഇല വരുന്നത്. 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതായിട്ട് വരുന്നത് റബ്ബറാണ്. റബ്ബർ എത്രയാണെന്ന് നോക്കാം. 1 2 3 4 5 സെൻറ്റിമീറ്റർ റബ്ബർ വരും. അതിനുശേഷം കട്ടർ എന്ന് പറയുന്നത് 1 2 3 4 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്നവരുടെ ഏറ്റവും നീളം കൂടിയ നീളം ഏതാണ്? A to F വരെയാണോ, J to N വരെയാണോ, B to J വരെയാണോ, E to K വരെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമുക്ക് നോക്കാം. A to F എന്ന് പറയുന്നത് എത്രയാണ്? A to F എന്ന് പറയുന്നത് ഇതുവരെയാണ് അല്ലേ. അപ്പം എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി B to J എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, അടുത്തത് J to N ആണ്. അപ്പോൾ J എവിടെയാണ്? ഇവിടെയാണല്ലേ. 1 2 3 4 5 ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത് E മുതൽ K വരെ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 വരെയാണ് K വരുന്നത്. അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി അടുത്തത് തുല്യമായ നീളം. ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിത പുസ്തകത്തിൻ്റെ അളവിൽ ഉള്ള ചതുരം ഉണ്ടാക്കൂ. അവയിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ വാങ്ങിയുടെ സാരിയുടെ നീളം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. അതിൽ നിന്ന് 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു. ബാക്കി നീളം എത്ര? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 മീറ്റർ ആണല്ലേ. 6 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 600 സെൻറ്റിമീറ്റർ ആണ്. 600 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 600ൽ നിന്നാണ് 70 സെൻറ്റിമീറ്റർ മുറിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ 600ൽ നിന്നും 70 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കൂട്ടുകാരെ ഉത്തരം കിട്ടുക? ഒന്ന് ചെയ്ത് നോക്കൂ. 600ൽ നിന്നും 70 ആണ് മൈനസ് ചെയ്യേണ്ടത്. എത്ര കിട്ടി? 530. അപ്പോൾ ബാക്കി നീളം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 530 ആണ്. സെൻറ്റിമീറ്ററിൽ എഴുതൂ എന്നുള്ളിടത്ത് 530 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ ബാക്കി നീളം എന്നുള്ളിടത്ത് ഇവിടെ എത്ര മീറ്റർ എന്നാണ് എഴുതേണ്ടത്. 530 എന്ന് പറയുന്നത് 5 മീറ്ററും 30 സെൻറ്റിമീറ്ററുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് 6ാമത്തെ പാഠഭാഗം കൂട്ടി എന്ന പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ ഉള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.